ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നോട്ട് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഞങ്ങൾ 5 പേരും ലാസ്റ്റ് 2 മന്ത്സ് എങ്ങനെയായിരുന്നു നീറ്റ് പഠിച്ചിരുന്നത്, നീറ്റ് എങ്ങനെയാണ് ഞങ്ങളെ ആ ഒരു നീറ്റ് ക്രാക്ക് ചെയ്യാൻ എന്താണ് ലാസ്റ്റ് 2 മന്ത്സിൽ ഹെൽപ്പ് ചെയ്തത് എന്നുള്ള ആ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇന്ന് ഞാനാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ പറയാം. പെട്ടെന്ന് തീർക്കാം. എനിക്കറിയാം നിങ്ങളുടെ ഓരോ മിനിറ്റും ഭയങ്കര വിലപ്പെട്ടതാണെന്നുള്ളത്. ഈ വീഡിയോ പോലും 2x സ്പീഡിലിട്ട് കേൾക്കണം കേട്ടോ, കാരണം നിങ്ങൾക്ക് കുറേ പഠിക്കാനുള്ളതല്ലേ. ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത് ഫുഡ്, സ്ലീപ്പ് ആൻഡ് വാട്ടർ. ഈ 3 കാര്യത്തിനും പഠിത്തത്തിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ചില പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കും. അപ്പം വിചാരിക്കും മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ ഞാൻ പഠിക്കുമല്ലോ. അത് തെറ്റാ. കാരണം ഉറക്കം ഉളച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ദിവസം പഠിക്കുന്ന ഒന്നും നമുക്ക് ഓർമ്മ കിട്ടത്തില്ല. സോ എത്ര പഠിക്കാനുണ്ടെങ്കിലും ഒരു മിനിമം 5 to 6 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കണം. അത് ഉറങ്ങിക്കഴിഞ്ഞാലേ നമ്മൾ ആ പഠിച്ചത് മെമ്മറിയിൽ നിൽക്കത്തുള്ളൂ. എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നീറ്റിന്റെ സമയത്ത്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം ഇനിയിപ്പം ഫുൾ ടോപ്പിക് മോഡൽ എക്സാംസിന്റെ സമയമാണ്. അപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇനിയിപ്പം ഫുൾ ടോപ്പിക്സ് ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. ഇനിയിപ്പോൾ 2 മന്ത്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തിരുന്നതെന്ന് പറയുമ്പോൾ ഒരു മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ക്ലാസ്സസ് ഇതൊക്കെ കാണും. അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതുകൂടെ തന്നെ നമ്മളൊരു സെൽഫ് അനാലിസിസ് നടത്തണം. അതായത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് അവിടെ തെറ്റിപ്പോയത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഈ 3 സബ്ജക്റ്റിന്റെയും ആ ഒരു തെറ്റിപ്പോയ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ റെഫർ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ടെക്സ്റ്റിലാണെങ്കിലും അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും ചെയ്തു നോക്കുക. ആ തെറ്റിയ ക്വസ്റ്റ്യന്റെ കോൺസെപ്റ്റ് നല്ല തറവാക്കുക. അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്ന് പഠിച്ചിട്ട് അത് നമുക്ക് പക്കയായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതേപോലുള്ള ഒരു 5-6-7 ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നെയും ചെയ്തു നോക്കുക. ഫിസിക്സ് ഒക്കെ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും ചെയ്യുക. നമ്മൾ അതിനകത്ത് ഉറപ്പായെന്ന് നമ്മൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് മാറ്റിവെക്കാവൂ. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മൊത്തം നമുക്ക് തെറ്റിയ ചോദ്യങ്ങളും അതുപോലെ അനലൈസ് ചെയ്യണം. മനസ്സിലായല്ലോ. ഇപ്പം ബയോളജി ആണ് തെറ്റിയെങ്കിൽ ബയോളജിയുടെ ആ ഒരു പോർഷൻ NCERT എടുത്ത് തുറന്ന് വായിച്ചിട്ട് അവിടുത്തെ കോൺസെപ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് എനിക്ക് തെറ്റിയത്, അത് നിങ്ങൾ എന്താണെങ്കിലും ഉറപ്പുവരുത്തണം. എന്തുകൊണ്ട് തെറ്റി? ഒന്നെങ്കിൽ ചിലപ്പം അശ്രദ്ധ മൂലമൊക്കെ ആയിരിക്കാം. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി അടുത്ത തവണ ഈ അശ്രദ്ധ ഉണ്ടാകരുത്. അപ്പോൾ ഓരോ ചോദ്യം നിങ്ങൾ ഇനി മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ചോദ്യവും എന്തുകൊണ്ട് തെറ്റുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യണം. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മാക്സിമം നിങ്ങൾ ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ സമയം മാക്സിമം പഠിത്തത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ എത്ര മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നത്തില്ല. ഞാൻ കഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എനിക്ക് എക്സാമിന് മാർക്ക് കിട്ടാതിരുന്നത്. അപ്പം നമ്മൾ പഠിക്കുക. നമ്മളിപ്പം ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ അത് ചെയ്യുക. സോ ഞാനിപ്പോൾ ചുരുക്കത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ യൂസ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ചിലവഴിക്കുന്നത് അതെല്ലാം നിർത്തുക. ഇതെല്ലാം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. എനിക്കൊന്നും ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ MBBS ആയപ്പോഴാണ് ഇൻസ്റ്റയൊക്കെ എടുത്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിൽ മോട്ടിവേഷണൽ വീഡിയോസ് കാണുമായിരുന്നു ഇടയ്ക്ക്. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾ പല 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 യൂട്യൂബ് ചാനലിൽ ചെന്ന് അവരൊക്കെ എങ്ങനെയാണ് ക്രാക്ക് ചെയ്തത് അങ്ങനെ അത്രയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിങ്ങനെ എല്ലാം ഒന്ന് കാണാം. അപ്പം അതൊക്കെ നിങ്ങളുടെ ആ ഒരു ടൈം പോകുന്ന അവസ്ഥയാണ്. അപ്പം കാണുവാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുവാണെങ്കിൽ പോലും അതൊരു 2x സ്പീഡിലിട്ട് കാണണം. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അപ്പം എല്ലാത്തിലും പോയി അവരെങ്ങനെയാ പഠിച്ചത് എന്ന് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ സമയം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്കിപ്പം നിങ്ങളുടേതായ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാക്സിമം ഇരുന്ന് പഠിക്കുക. അടുത്ത എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബയോളജിയെ പറ്റിയാണ്. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ബയോളജിയൊക്കെ ഇങ്ങനെ പഠിച്ച് തറവാക്കി ഫിസിക്സും കെമിസ്ട്രിയിലോട്ടും കൂടുതൽ സമയം കൊടുക്കുന്ന ആ ഒരു സമയമാണ്. എനിക്കും അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം ബയോളജിക്ക് നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ. എത്ര വായിച്ച സാധനമാണെങ്കിലും പിന്നെയും വായിക്കുക. കാരണം ബയോളജിയും ഇനോർഗാനിക് കെമിസ്ട്രി ഒക്കെ നമ്മളിങ്ങനെ വായിക്കുന്നതോറും നമ്മുടെ ആ ഒരു മെമ്മറിയിൽ സ്റ്റോർ ആവും. നമ്മൾ ആ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ വായിച്ചതിന്റെ ഇമ്പോർട്ടൻസ്. സോ മാക്സിമം വായിക്കുക. ബയോളജി വെറുതെ വായിച്ചു പോകരുത്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ വെറുതെ വായിച്ചിട്ട് കാണാതെ പഠിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ കാണുമല്ലോ, കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ, അതൊക്കെ ഒന്ന് പൊടി എടുത്ത് എന്താണ് അതിന്റെ കോൺസെപ്റ്റ് എന്നൊന്ന് മനസ്സിലാക്കി ബ്രഷപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് 2 മാസം സമയമുണ്ടല്ലോ. അപ്പം ബയോളജിക്കകത്തെ ആ ഇയറുകളെല്ലാം, ഇമ്പോർട്ടൻറ്റ് സയന്റിസ്റ്റുകളുടെ പേര്, ഇതെല്ലാം
സ്റ്റിക്കി നോട്ട്സ് പോലെ ഉണ്ടാക്കി ബയോളജിയുടെ ടെക്സ്റ്റിൽ തന്നെ ഒട്ടിച്ചു വെക്കുക. അത് ടെക്സ്റ്റ് മതി, NCERT മതി. ഞാനൊന്നും ഷോർട്ട് നോട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നോട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ അത് സ്റ്റിക്കി നോട്ടാക്കി ഒട്ടിച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ അതുപോലെ ബയോളജിയിൽ ഇമ്പോർട്ടന്റ് നമ്മൾ ഓരോ പേജസ് വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും പേജിൽ നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ട് എടുത്ത് അത് എഴുതി അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പം ഇപ്പം മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബയോളജിയിൽ ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോൾ ബയോളജിക്ക് അതായത് നമുക്ക് എന്താണ് തെറ്റ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സമയം വേണ്ടല്ലോ, ആ തെറ്റിയ സംഭവം നിങ്ങൾ ആ പേജിൽ തന്നെ, ആ NCERTയുടെ ആ പേജിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. എനിക്ക് ഇത് സാധനം തെറ്റിയായിരുന്നു. അപ്പൊ അടുത്ത മോഡൽ എക്സാമിന് നിങ്ങൾ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിൽ അത് പെടും. അപ്പം ഇതൊക്കെ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ബയോളജിയിലെ NCERTയിലെ ഡയഗ്രാംസ് എല്ലാം ഇമ്പോർട്ടൻ്റ്, എല്ലാം പഠിക്കണം. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നോട്ട് വായിക്കുന്നതിന്റെ കൂടെ തന്നെ ഡയഗ്രാംസ് നോക്കി നോക്കി പോവുക. ഡയഗ്രാമിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പം മോഡൽ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു മോഡൽ എക്സാം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ്, ഒരു മോഡൽ എക്സാം പോലും സ്കിപ്പ് ചെയ്യരുത്. പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് അതിനുള്ള ടെൻഡൻസി ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് നെഗറ്റീവ് എഫക്റ്റേ തന്നിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ ആ എക്സാം എഴുതാത്ത സമയത്ത് നിങ്ങൾ ഇരുന്നൊരു ചാപ്റ്റർ പഠിക്കുമായിരിക്കും, പക്ഷെ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് അത്രയും ചാപ്റ്ററിലൂടെ കടന്നു പോകുന്നത്. ആ മോഡൽ എക്സാം അല്ല നമ്മുടെ ഫൈനൽ എക്സാം, പക്ഷെ നമുക്ക് അത്രയും കൂടെ പ്രാക്ടീസ് കിട്ടുക. അതുകൊണ്ട് ഞാൻ ദയവ് ഇത് പറയുകയാണ്, എല്ലാ മോഡൽ എക്സാമും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അത്ര അഡ്വാൻറ്റേജ് ആണ്, അത്ര മെറിറ്റ് ആണ്, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. സോ ഇപ്പം റാങ്ക് കുറയോ മാർക്ക് കുറയോ എന്ന് വിചാരിച്ച് മോഡൽ എക്സാം എഴുതാതിരിക്കരുത്. മോഡൽ എക്സാം എഴുതുക, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, എവിടാണ് തെറ്റിയത്, എന്തുകൊണ്ട് തെറ്റി, ഏത് കോൺസെപ്റ്റ് ആണ് മനസ്സിലാകാത്തത് എന്ന് മനസ്സിലാക്കുക. അതിന്റെ അത്ര കൂടി ഇമ്പ്രൂവ്മെന്റ് അടുത്ത മോഡൽ എക്സാമിന് വരുത്തുക. ഇതേ ഉള്ളൂ ചെയ്യാൻ, വേറെ ഒന്നുമില്ല. ഞാനൊക്കെ എന്തോരം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് എക്സാം എഴുതാതിരിക്കരുത്. അതത്ര നെഗറ്റീവാണ്. സോ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾ ചെയ്യരുത്. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മോഡൽ എക്സാമിന്റെ മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഫോർമുല ബുക്ക് കാണുമല്ലോ, ഫിസിക്സിനും കെമിസ്ട്രിക്കും. അപ്പൊ ഇല്ലാത്തവരാണെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സമയം ഇനിയുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കുക. കാരണം ആ ഒരു തലേന്നത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആ ഒരു തലേ ദിവസം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് ഭയങ്കര ഒരു ഉപകാരമുള്ള സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇപ്പൊ ഉണ്ടാക്കണം. അപ്പം ഇപ്പം മോഡൽ എക്സാംസിന്റെ സമയത്തും ഈ ഫോർമുല ബുക്ക് നല്ലതുപോലെ റിവൈസ് ചെയ്യുക. നമുക്ക് പാടുള്ള ചാപ്റ്ററിന്റെ പ്രധാനമായിട്ടും ഒന്നുകൂടെ ഒക്കെ എഴുതി പഠിച്ച് എല്ലാം തറവാക്കി വെക്കുക. കാരണം ഒരുപാട് ഫോർമുലാസ് പഠിക്കാനുണ്ടായതുകൊണ്ട് നീറ്റ് എക്സാം ഹോളിൽ ഇരുന്ന് നമുക്ക് ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ അതായത് ഇങ്ങനെ തറവാക്കി പോകണം. അതുപോലെ തന്നെ പിന്നെ ഫിസിക്സിലെ കെമിസ്ട്രിയിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നൊരു സാധനമായിരിക്കും അതിന്റെ ചാപ്റ്ററിന്റെ പുറകിലുള്ള സമ്മറി. ഇപ്പം ചാപ്റ്ററിൽ പോലും ഇല്ലാത്ത പോയിന്റ്സ് ചിലതൊക്കെ സമ്മറിയിലുണ്ട്. ഞങ്ങൾക്ക് ലാസ്റ്റ് സമയത്താണ് ഈ സമ്മറിയുടെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സമ്മറി വായിക്കുക, അതിനകത്ത് നിന്ന് എന്തെങ്കിലും പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് തന്നെ വെക്കുക. കാരണം നമ്മൾ പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ പറ്റും. അപ്പം അത് ഹൈലൈറ്റ് ചെയ്ത് സമ്മറിയും കൂടെ നോക്കി വേണം പോകാൻ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫിസിക്സിനും കെമിസ്ട്രിയും ഒക്കെ നിങ്ങൾ ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകണ്ട. പിന്നെ നിങ്ങൾക്ക് മുന്നേ തെറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവുക. NCERTയുടെ പുറകെ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് പിന്നെയും ചെയ്യുക. ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത്, പിന്നെ ഇടയ്ക്ക്, പിന്നെ അവസാനം വന്നപ്പോഴെല്ലാം ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ അത് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയുന്നത് തന്നെയാണ്, മാക്സിമം ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെ കാരണം നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മൾ എഫേർട്ട് ഇട്ടു. അപ്പം അതുകൊണ്ട് എഫേർട്ട് ഇടണം നിങ്ങൾ. പിന്നീട് ഒരിക്കലും ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവരുത്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് പഠിക്കുക. ടെൻഷൻ അടിക്കരുതെന്ന് ഇപ്പം പറയാൻ എനിക്ക് എളുപ്പമാണ്, പക്ഷേ ഞാൻ ഉൾപ്പെടെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഭയങ്കരമായി, അതായത് നല്ല രീതിയിൽ ടെൻഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് സംസാരിക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക. നിങ്ങളുടെ ഒരു എക്സാമിന് അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാമിനെ ബാധിക്കുന്ന രീതിയിൽ ആ ടെൻഷൻ വളരാൻ അനുവദിക്കരുത് ഒരിക്കലും. ആ ഒരു എക്സാമിന്റെ അന്ന് വരെ ആ ഒരു എക്സാം ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ പഠിച്ചത് എന്ന് ഓർക്കുക. അപ്പം മാക്സിമം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ തന്നെ എക്സാം എഴുതുക. നിങ്ങൾ പഠിച്ചതൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. പിന്നെ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നവരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ സമയം കളയുന്ന കുറേ പേരുണ്ടായിരിക്കും. ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്ലാൻ ബി, ഇപ്പൊ ഇന്ന കോഴ്സിന് പോകാം, അതായത് MBBS കിട്ടിയില്ലെങ്കിൽ ഇന്ന കോഴ്സിന് പോകാം, അങ്ങനെ ആലോചിച്ച് സമയം കളയുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് എൻ്റെ മനസ്സിലെന്ന് പറയുന്നത്,
പ്ലാൻ ബി എന്ന് പറയുന്ന സാധനം ഇല്ല. പ്ലാൻ എ ഓൺലി. നമുക്ക് അതായത് ഇത് കിട്ടും അതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യും എന്നുള്ള ഒരു വിചാരമായിരുന്നു പിന്നെ മനസ്സിൽ. അപ്പം നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ആ ഒരു പ്ലാൻ ബി എന്ന് പറയുന്ന സാധനം ക്യാൻസൽ ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഇനി കുറച്ച് നാളും കൂടെ അല്ലേ ഉള്ളൂ. നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്ന ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നാളും കൂടെ ഉള്ളൂ. മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ടെൻഷൻ അടിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് സമയം കളയാതെ ഇതിനു വേണ്ടിയിട്ട് ഒരു നമ്മുടെ സമയം എല്ലാം അങ്ങോട്ട് ഇടുക. ഇതുപോലുള്ള മെഡിക്കൽ കോളേജസിലേക്ക് നിങ്ങൾ എല്ലാവരും വരിക. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ക്വറീസ്, നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനെ പറ്റിയിട്ട് എന്തെങ്കിലും, ഞങ്ങൾക്കിപ്പം എല്ലാം ഒന്നും നിങ്ങളെ അറിയത്തില്ല. അപ്പം എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ ചോദിക്കണം. കമന്റ്സിൽ ചോദിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. എന്തായാലും നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പം അടുത്ത ഓരോരുത്തരുടെ വീഡിയോസ് അടുത്ത സീരീസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലോണം ഇരുന്ന് പഠിക്കുക.